ബേസ് ക്യാമ്പിൽ എത്തിയപ്പോൾ മുതലേ നമ്മൾ ഇൻസ്റ്റഗ്രാം ഫീഡ് മുഴുവനും ഈ ബോഡീസിന്റെ റീൽസ് ആണ് വരുന്നത്. എന്താണെന്ന് അറിയില്ല, അവിടെ എത്തിയ മുതൽ ഫുൾ ഷെർപ്പാസ് ബോഡി വലിച്ചുകൊണ്ടുവന്നതും അല്ലെങ്കിൽ ബോഡി അവിടെ ഇവിടെ കിടക്കുന്നതൊക്കെ നമ്മൾ ഭയങ്കര പ്രിപ്പയർഡ് ആണ്. ഇതിങ്ങനെ കണ്ട് 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 നമ്മൾ വിചാരിച്ചത് ഇൻസെൻസിറ്റീവ് ആയിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ സമ്മിറ്റ് പുഷ് തുടങ്ങി അന്ന് ഒരാൾ മരിച്ചു എന്ന് നമ്മൾ കേട്ടു, ഒരു ഫിലിപ്പിനോ പേഴ്സൺ. അപ്പോൾ നമ്മളത് ക്യാമ്പ് 4 എത്തുമ്പോഴേക്കും അയാളുടെ ബോഡി അവിടെ തന്നെ കിടക്കുന്നുണ്ട്. അയാൾ ക്യാമ്പ് 4 ജസ്റ്റ് ഒന്ന് വിശ്രമിക്കാൻ കിടന്നതാണ്, അയാൾ പിന്നെ എഴുന്നേറ്റില്ല. അപ്പോൾ അതാണ് ഉണ്ടായത്. അപ്പോൾ ഇത് ആളാണെങ്കിൽ ഭയങ്കര എക്സ്പീരിയൻസ് മൗണ്ടനിയറും ആണ്. അപ്പം ഇതൊക്കെ നമ്മൾ ആ ബോഡി ഫേസ് ചെയ്യുമ്പം ശരിക്കും പറഞ്ഞാൽ നമുക്കിങ്ങനെ വിറക്കും. ബിക്കോസ് നമ്മളെപ്പോലെ തന്നെ ഉള്ള ഒരാളാണ്, അതേ സ്വപ്നം വെച്ച് വന്ന ഒരാളാണ് അയാളിങ്ങനെ അവിടെ കിടക്കുന്നത്. അയാളെ ക്രോസ് ചെയ്തിട്ട് വേണം പോവാൻ ക്യാമ്പ് 4 എത്താൻ. പിന്നെ സമ്മിറ്റിൻ്റെ അടുത്ത് ഹില്ലാരി സ്റ്റെപ്പിൽ ഒരു പഴയൊരു ബോഡി കിടക്കുന്നുണ്ട്. ഒരു 10-25 വർഷമായിട്ടുള്ള ഒരു ഡോൺ ക്യാഷ് എന്ന് പറഞ്ഞ ഒരാളുടെ. അയാളുടെ ഫാമിലി പറഞ്ഞു ഹീ ലവ്സ് മൗണ്ടൻസ്, സോ ലീവ് ഹിം ദെയർ. അതുകൊണ്ട് അയാൾ ഇപ്പോഴും അവിടെ തന്നെ കിടക്കുക. എല്ലാവരും അയാളുടെ സൈഡിൽ ഒരു കുറച്ച് നേരം നിന്നിട്ടൊക്കെയാണ് പോകാൻ. ബിക്കോസ് ഹില്ലാരി സ്റ്റെപ്പ് കുറച്ചൊരു ടെക്നിക്കലി ഹാർഡായിട്ടുള്ള സ്ഥലമാണ്. സ്ലാൻഡിങ് റോക്സ് ആണ്, ക്ലോസ് ടു ദ സമ്മിറ്റ്. അപ്പം എന്തായാലും ആൾക്കാർ അവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ടേ പോകുള്ളൂ. അപ്പോൾ അയാളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും നമ്മൾ. അപ്പോഴും നമ്മൾക്കിങ്ങനെ വിറക്കും, ബിക്കോസ് എന്തും സംഭവിക്കാം. പിന്നെ നമ്മൾ സമ്മിറ്റിൻ്റെ അടുത്ത് എത്തുമ്പോഴേക്കും വേറൊരു ഇന്ത്യൻ മരിച്ചിട്ടുണ്ടായിരുന്നു. അയാളുടെ ബോഡി അവിടെ ഉണ്ടായിരുന്നു. സമ്മിറ്റ് കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോൾ വേറൊരു ഇന്ത്യൻ മരിച്ചിട്ടുണ്ടായിരുന്നു, അവരുടെ ബോഡിയും ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ എല്ലാം കൂടെ 4 ബോഡീസ് ആയിരുന്നു കണ്ടത്. ഇപ്പം ഒത്തിരി പേര് അങ്ങനെ മരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞല്ലോ. അപ്പം അതിനുള്ളൊരു റീസൺ എന്താണ്? ഹെൽത്ത് കണ്ടീഷൻസ് എങ്ങനെ വരുമ്പോഴാണ് ഇങ്ങനെ ഒരു മരണം സംഭവിക്കുന്നത്? അത് ഈ 8000 മീറ്ററിൻ്റെ മുകളിൽ ലൈഫ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. നമ്മളെ ബോഡി മരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ സപ്ലിമെൻ്റൽ ഓക്സിജൻ ഉണ്ട്, പക്ഷെ അത് നമ്മളെ ബ്രീത്തിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ബട്ട് നമുക്കറിയാം നമ്മളുടെ ബോഡിയിലെ ഓരോ സെൽസും ബ്രീത്ത് ചെയ്യുന്നുണ്ട്. ലൈക്ക് നമ്മുടെ കണ്ണിൻ്റെ സെൽസ്, നമ്മൾ ബ്രെയിൻ, എല്ലാ സെൽസും ബ്രീത്ത് ചെയ്യുന്നുണ്ട് ഫ്രം ദ അറ്റ്മോസ്ഫിയർ. ഓക്കെ, അപ്പോൾ ഈ 8000 മീറ്ററിൽ എത്തുമ്പം ഇവിടെ ഉള്ളതിനേക്കാളും 1/3 ഓക്സിജൻ അങ്ങനെ അവിടെ ഉള്ളൂ. അപ്പം ലൈഫ് സസ്റ്റൈനബിൾ അല്ല. പിന്നെ പ്രഷറും ഇവിടെ ഉള്ളതിനേക്കാളും 1/3 പ്രഷറും അറ്റ്മോസ്ഫിയറിക് പ്രഷറും അവിടെ ഉള്ളൂ. അപ്പോൾ ഈ സെൽ ബ്രീത്തിങ് നടക്കില്ല. അതുപോലെ തന്നെ നമ്മളെ ബ്രെയിനിലേക്കൊക്കെ ഉള്ള ഓക്സിജൻ സപ്ലൈ ഭയങ്കര കുറവായിരിക്കും. ഓക്കെ, അതാണ് വൺ ഓഫ് ദ മെയിൻ റീസൺസ്. അവിടെ എത്തുമ്പം ആൾക്കാർ കുറച്ച് എന്താ പറയുക, നോർമലായിട്ടല്ല, എക്സോസ്റ്റഡ് ഒക്കെ ആവുന്ന ആൾക്കാർ ഈ ബ്രെയിനിലേക്ക് ഓക്സിജൻ പോവാതെയാണ് അവർ പല മണ്ടൻ ഡെസിഷൻസ് എടുക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന താഴോട്ട് ഇറങ്ങി വരുമ്പോൾ ഉള്ള ഇന്ത്യൻ, സബ്മിറ്റ് കഴിഞ്ഞ പാടുള്ള ഇന്ത്യൻ, അയാൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ അയാൾ അവിടെ തന്നെ ഒരു ഇരുത്തം. അയാൾ പറഞ്ഞു ഇനി ഞാൻ നടക്കൂല, എനിക്ക് വയ്യാന്ന് പറഞ്ഞു. അയാളുടെ ഗൈഡ് കുറേ ഒരു രാത്രി വരെ അയാളുടെ കൂടെ നിന്ന്, പക്ഷെ അയാൾ ഇറങ്ങിയില്ല. ഫൈനലി അയാൾ മരിച്ചിട്ടാണ് ഗൈഡ് താഴോട്ടേക്ക് വന്നത്. ഇങ്ങനെ ഓരോ ഡെസിഷൻസ് എടുക്കുന്നത് ബ്രെയിനിൽ ഓക്സിജൻ ഇല്ലാതാവുമ്പം ഓരോ ഹാലുസിനേഷൻസും ഇല്ലാത്ത ചില ആൾക്കാർ, എനിക്കറിയില്ല നിങ്ങൾ എവറസ്റ്റ് മൂവി കണ്ടിട്ടുണ്ടോ? അതിൽ അയാളുടെ ഗ്ലൗസും ഡ്രസ്സൊക്കെ ഊരി ചാടാൻ തുടങ്ങി, ചൂടെടുക്കുന്നു. ബട്ട് ഇറ്റ്സ് -40, ചൂടെടുക്കാൻ ഒരു വഴിയില്ല. ബട്ട് ബ്രെയിൻ പ്ലേസ് ഗെയിംസ് ഓൺ യുവർ മൈൻഡ്. സോ ഇതാണ് അവിടെ സംഭവിക്കുന്നത് മെയിൻലി.